ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ചൈതന്യ പുരുഷോത്തമൻ. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററാണ്. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ആ ചാപ്റ്ററിൻ്റെ പാർട്ട് 9 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാർട്ടുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ കാർഡിൽ ഞാനത് കൊടുക്കുന്നുണ്ട്, അത് കയറി കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോന് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്ക് വേണം, എന്നാൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും നമുക്ക് പറയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? നമ്മൾ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തമായ ധാരണകളോടുകൂടി രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട്, കോമൺ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ് തന്നെയാണ്. അതിനുവേണ്ടി നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് എന്ത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിലധികമോ വ്യക്തികൾ ചേർന്ന് നടത്തുന്നതാണ് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നടത്തുമ്പം തന്നെ എന്താണ്? വ്യക്തമായൊരു ധാരണ വേണം. ഭാവിയിൽ ഇതെന്താണ്? പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? വ്യക്തമായ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ കരാർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ എന്താണ്? വാക്കിൻ്റെ അടിസ്ഥാനത്തിലാവും, എഴുതപ്പെട്ട രീതിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന കരാറിന് എന്തുണ്ടാവില്ല? ഭാവിയിൽ വലിയ പ്രസക്തി ഉണ്ടാവില്ല. കാരണം ഫ്യൂച്ചറിൽ നമ്മൾ തെളിവ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തില്ല? വാക്കിൻ്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ ഇപ്പം നമ്മൾ പഴമക്കാർ പറയുന്നുണ്ട്, വാക്കല്ലേ അതല്ലേ മാറാൻ പറ്റൂ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പം നമ്മൾ വാക്കാൽ നമുക്ക് ഒരു രണ്ടിലധികമോ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്സിനെ വാക്കുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കരാർ അടിസ്ഥാനം നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഭാവിയിൽ അവർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നിയമത്തിൻ്റെ ഒരു സഹായം തേടണമെങ്കിൽ എന്ത് വേണം? എഴുതപ്പെട്ട ഒരു കരാർ തന്നെ വേണം, എഴുതപ്പെട്ട ഒരു പ്രമാണം തന്നെ എന്ത് വേണം? ഈ ബിസിനസ്സിന് വേണം. അങ്ങനെ എഴുതപ്പെട്ട, അതായത് ഈ ബിസിനസ്സിൽ എന്തെല്ലാം റൂൾസും റെഗുലേഷൻസും ഉണ്ട്, പാർട്ട്ണർഷിപ്പിൻ്റെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഉണ്ട്, ഇതൊക്കെ പ്രതിപാദിക്കുന്ന ഒരു എഗ്രിമെൻറ്റ്. ആ ഒരു എഗ്രിമെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായാൽ ഭാവിയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുമ്പോൾ, ഈ പാർട്ട്നേഴ്സ് തമ്മിൽ തന്നെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമുക്ക് നിയമസഹായം തേടണമെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുക? നിയമസഹായം തേടുക. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റാണ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഇത്തരം ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റാണ് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് അതിൽ എന്തുണ്ടാവും? അതിൻ്റെ ഓരോ കണ്ടീഷൻസും അതിൻ്റെ ഓരോ ടേംസും കാര്യങ്ങളും ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓരോ പാർട്ട്നേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവരുടെ ഷെയറിൻ്റെ അനുപാതം എത്രയാണ്, റേഷ്യോ എത്രയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ഒരു എഗ്രിമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്.
അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഒരു രണ്ടോ രണ്ടിലധികമോ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ഒരു പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിൽ എന്താണ് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ ഭാവിയിൽ എന്താണ് അതൊരു തെളിവാണ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്താണ് അതൊരു തെളിവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിയമത്തിൻ്റെ സഹായം തേടാൻ പറ്റും. അതിനു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെൻ്റ്, ഒരു കരാർ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു എഗ്രിമെൻ്റാണ് എന്ത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കാര്യങ്ങളും വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റാണ് എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും അതാണ് നമുക്കിത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്നാമതായി പറയുന്നത് പാർട്ട്ണർഷിപ്പ് അതായത് ഏത് ഫേമിൻ്റെ ആ പേര് എന്തായാലും നമ്മൾ കൊടുക്കണമല്ലോ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്താണോ നമ്മൾ ആ ഒരു ഫേമിന് ഇട്ടിരിക്കുന്ന പേര് അതെന്തായാലും എന്ത് വേണം, ആ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വേണം. രണ്ടാമതായി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നേച്ചർ ഓഫ് ബിസിനസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബിസിനസ്. അതായത് നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് തരം ബിസിനസ്സുകളാണ്, അതായത് ചെറുകിട സ്ഥാപനങ്ങളാണോ അല്ലെങ്കിൽ വൻകിട സ്ഥാപനങ്ങളാണോ, അങ്ങനെയുള്ള അതിൻ്റെ നേച്ചർ, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ആ ഒരു ഫേമിൻ്റെ, ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അതാണ് ചോദിക്കുന്നത്. പിന്നെന്താണ് ലൊക്കേഷൻ, ആ സ്ഥാപനം എവിടെയാണ് ഉള്ളത്, എവിടെയാണ് ആ ലൊക്കേഷൻ, ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്. അപ്പോൾ ഇതൊക്കെ വ്യക്തമായി ഇതിൽ കൊടുക്കണം, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാവണം. മൂന്നാമതായി പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡ്യൂറേഷൻ, കാലാവധി എന്ത് വേണം, ബിസിനസ്സിൻ്റെ കാലാവധി കൊടുക്കണം. ഞാൻ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഒരു നേരത്തേക്കാവും, അതായത് ഒരു പ്രത്യേക കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു ജോലി ഏറ്റെടുക്കുന്ന ഒരു ഫേം ആണെങ്കിൽ ആ ഒരു കാലാവധി തീരുന്നവരെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ ഒരു ഫേം നിലനിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് വേണം, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഞാൻ പറഞ്ഞു വ്യക്തമായ എല്ലാ ടേംസും റെഗുലേഷൻസും കണ്ടീഷൻസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ് റിട്ടേൺ ചെയ്ത്, അതായത് എഴുതി വെച്ച ഒരു എഗ്രിമെൻ്റാണ് എന്ത് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇതൊക്കെ ഉണ്ടാവണം, നെയിം വേണം, ഫേമിൻ്റെ നെയിം വേണം, നേച്ചർ ഓഫ് ബിസിനസ് വേണം, ലൊക്കേഷൻ വേണം, അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്, അതായത് എത്ര കാലയളവിലേക്കാണ് ഈ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ ബിസിനസ് നീണ്ടു നിൽക്കാനുള്ള കാലയളവ് എത്രയാണ് എന്ന് വേണം അതിലുണ്ടാവണം ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ. നാലാമതായി പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഈച്ച് പാർട്ട്നേഴ്സ്, അതായത് എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ ആ പാർട്ട്നേഴ്സ് എത്ര മൂലധനം കൊണ്ടുവന്നു, എത്ര കോൺട്രിബ്യൂഷൻ, എത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഒരു കാര്യം ഇതിൽ പറഞ്ഞിരിക്കണം, ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, അതായത് എന്താണ് എത്ര ശതമാനം, എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റും ലോസും, അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റും ലോസും എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിൻ്റെ റേഷ്യോ ഇതിൽ കൊടുത്തിരിക്കണം, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അടുത്തതായി പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് പാർട്ട്നേഴ്സ്. അടുത്ത പോയിന്റ് പറയുന്നത് ഡ്യൂട്ടീസ്, അതായത് ഓരോ പാർട്ട്നേഴ്സിനും അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയും അവർക്ക് കൊടുക്കുന്ന ജോലികളും ഡ്യൂട്ടീസും എന്തുണ്ടാവും ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. അടുത്തത് എന്താ പറയുന്നത് സാലറീസ് ആൻഡ് വിഡ്രോവൽസ് ഓഫ് പാർട്ട്നേഴ്സ്. ഓരോ പാർട്ട്നേഴ്സിനും എന്താണ് കൊടുക്കുന്ന സാലറീസ് അത് എത്രയാണെന്നും, പിന്നെ അവർ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്, പേഴ്സണൽ ആവശ്യങ്ങൾക്കായി വിഡ്രോ ചെയ്തത് എത്രയാണെന്നും എന്തുണ്ടാവും ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൊടുത്തിട്ടുണ്ടാവും. പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് എത്ര പിൻവലിച്ചു എന്നൊക്കെ എന്തുണ്ടാവും ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൊടുത്തിട്ടുണ്ടാവും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്
ടേംസ് ഗവേണിംഗ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ആൻഡ് എക്സ്പ്ലോഷൻ ഓഫ് പാർട്ട്നേഴ്സ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സ് പുതുതായി വരികയോ അല്ലെങ്കിൽ ഉള്ള പാർട്ട്ണർ റിട്ടയർമെൻറ്റ് ചെയ്ത് പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ വ്യവസ്ഥകൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു പുതുതായിട്ടൊരു പാർട്ട്ണറെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ സ്വീകരിക്കണം. അതുപോലെ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഉള്ള പാർട്ട്ണർ റിട്ടയർമെൻറ്റ് ചെയ്ത് പോകുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയർ നടപ്പിലാക്കണം സ്ഥാപനത്തിൽ, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. അടുത്തത് പറയുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതായത് ക്യാപിറ്റലിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്നും അതുപോലെ ഡ്രോയിങ്സ് നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ ഓരോ പാർട്ട്നേഴ്സും സ്വന്തം ആവശ്യങ്ങൾക്കായി ചിലപ്പോൾ പിൻവലിക്കും, അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്രോയിങ്സിന് മേലുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്, അതുപോലെ നമ്മൾ പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റലിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്, ഇതൊക്കെ ഏതിൽ പറഞ്ഞിട്ടുണ്ടാവും, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. അടുത്തത് എന്താണ്, ഡിസൊല്യൂഷൻ. അതായത് പ്രൊസീജിയർ ഫോർ, അടുത്ത പോയിന്റാണ് പ്രൊസീജിയർ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അതായത് ഒരു ഫേം അടച്ചുപൂട്ടുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണം, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കണം എന്നൊക്കെ എന്തുണ്ടാവും, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദെയർ ഓഡിറ്റിംഗ്. അതായത് ഒരു സ്ഥാപനം അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ പ്രോഫിറ്റും ലോസ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഓഡിറ്റിങ്, ഓരോ മാസം അല്ലെങ്കിൽ ഓരോ വർഷവും എന്തുണ്ടാവും, ഓഡിറ്റിംഗ് ഉണ്ടാവും. ഓരോ സ്ഥാപനങ്ങൾക്കും കണക്കും കാര്യങ്ങളും റിപ്പോർട്ടും ഒക്കെ തയ്യാറാക്കാനുള്ള ഒരു ഓഡിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ഓഡിറ്റിങ്ങിന് വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തുണ്ടാവും, ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ പോയിന്റ്, പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദെയർ ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ലാസ്റ്റ് വൺ പോയിന്റ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് സോൾവിങ് ഡിസ്പ്യൂട്ട്. അതായത് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തർക്കത്തിന് പരിഹാര മാർഗങ്ങൾ ഇതിലുണ്ടാവും ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ. അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഇതിലുണ്ടാവും, ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അടങ്ങിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് വെച്ചിരിക്കുന്നത്. കാരണം എന്താണ്, ഭാവിയിൽ എന്താണ് എന്തെങ്കിലും ഈ ഷെയറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന കാര്യത്തിലോ ഒക്കെ തർക്കങ്ങൾ ഉണ്ടാകുമ്പം ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് നമുക്ക് എന്ത് ചെയ്യാം, നിയമത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇന്നതാണ് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ഫോമിൽ എഴുതി വെച്ച് തയ്യാറാക്കുന്നത്. കാരണം ഭാവിയിൽ ഇതുപോലുള്ള ഡിസ്പ്യൂട്ടുകളും കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അത് നിയമത്തിൻ്റെ വഴിയിലേക്കൂടെ പോകണമെങ്കിൽ നമുക്കൊരു എവിഡൻസ്, ഒരു തെളിവായിട്ട് എന്ത് വേണം, ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം. അപ്പോൾ ഇതൊരു സ്പെസിഫിക് എന്താണ് എഗ്രിമെൻ്റ് ആണ്, ഒരു സ്പെഷ്യൽ എഗ്രിമെൻ്റ് ആണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അടങ്ങിയിരിക്കുന്ന പോയിന്റുകൾ എന്നൊക്കെ പഠിച്ചല്ലോ. അടുത്തത് പറയുന്നത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ. രജിസ്ട്രേഷൻ എന്നാൽ എന്തെന്നാണ് ചോദിക്കുന്നത്. രജിസ്ട്രേഷനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിന് രജിസ്ട്രേഷൻ വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേമിന് രജിസ്ട്രേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്താണ് എന്തെങ്കിലും കുറച്ച് ഗുണങ്ങളുണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷേ എന്താണ് രജിസ്ട്രേഷൻ ഓഫ് എ partnership firm means the entering of a firm's name along with the relevant prescribed particular in a register of firm kept with the register of firms. അതായത് ഒരു രജിസ്ട്രാറുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ രജിസ്റ്ററിൽ ഫേമിനെ കുറിച്ചിട്ടുള്ള നെയിമും കാര്യങ്ങളും വെച്ച്
ആ ഫേമിനെ ഒരു രജിസ്റ്റർ ചെയ്യുക, ഒരു രീതിയിൽ രജിസ്റ്റർ ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. രജിസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് രജിസ്ട്രാറുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ രജിസ്റ്റേർഡ് ബുക്കിൽ എന്ത് ചെയ്യുക, ആ ഫേമിനെ രജിസ്റ്റർ ചെയ്യുക. ഫേമിൻ്റെ നെയിമൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, ഒരു രജിസ്റ്റർ ചെയ്യുക. അതിനെയാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ദ എക്സ്റ്റൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഇതൊരു പ്രൂഫാണ്. കാരണം എന്താണ്, എന്തെങ്കിലും നിയമസാധ്യതകൾ നിയമത്തിൻ്റെതായ വഴികളിലൂടെ ഈ ഫേമിന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഫേം നിയമത്തിൻ്റെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയിക്കാനുള്ള ഒരു മാർഗം, ഒരു പ്രൂഫാണ് ഈ രജിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം കൊണ്ട് പറയുന്നത്. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതാണ്. കാരണം ഒരു നിയമത്തിൻ്റെ ഒരു പ്രൂഫ്. കാരണം എന്തെങ്കിലും തരത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപനം ചതിക്കപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കണമെങ്കിൽ എന്താണ്, ഈ പ്രൂഫ് വേണം. കാരണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയമത്തിൻ്റെ വഴിയിലെ കൂടെ പോകാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രൂഫാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് രജിസ്ട്രാറുടെ മുമ്പിൽ രജിസ്റ്ററിൽ ഈ എന്താ പറയുക, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരൊക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആയൊരു പ്രിസ്ക്രൈബ്ഡ് ആണ് എന്ത് പറയുന്നത്, ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, പാർട്ട്ണർഷിപ്പ് ഫേമിന് ആവശ്യമൊന്നുമില്ല. നിയമപ്രകാരം എന്താണ്, പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം എന്ത് പറയുന്നില്ല, ഇതിന് പാർട്ട്ണർഷിപ്പ് ഫേമിന് രജിസ്റ്റർ വേണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ രജിസ്റ്റർ കൊണ്ട് എന്താണ്, രജിസ്റ്റർ ചെയ്യാത്ത ഒരു സ്ഥാപനത്തിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമതായി പറയുന്ന കോൺസിക്വൻസ് എന്ന് പറയുന്നത്, രജിസ്റ്റർ ചെയ്യാത്ത ഒരു സ്ഥാപനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. എ പാർട്ട്ണർ ഓഫ് എൻ unregistered firm cannot file suit against the firm or other partners. അതായത് അൺരജിസ്റ്റർ ചെയ്യാത്ത, അതായത് രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഫേമിലത്തെ പാർട്ട്ണർക്ക് ഒരിക്കലും ആ ഫേമിനെതിരെയോ അതുപോലെ ആ ഫേമിലത്തെ പാർട്ട്നേഴ്സിനെതിരെയോ കേസ് കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ പോയിൻ്റാണത്, ശ്രദ്ധിക്കണം. അതായത് രജിസ്റ്റർ ചെയ്യാത്ത ഒരു കമ്പനിയിലത്തെ ഒരു ഫേമിലത്തെ ഒരു പാർട്ട്ണർക്ക് മറ്റ് പാർട്ട്നേഴ്സിനെതിരെയോ അല്ലെങ്കിൽ ആ ഫേമിനെതിരെയോ എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ദ ഫേം കനോട്ട് ഫയൽ എ സ്യൂട്ട് എഗെയിൻസ്റ്റ് തേർഡ് പാർട്ടീസ്. അതായത് എന്താണ്, ഒരു ഫേമിന് ഒരിക്കലും മൂന്നാമതൊരാളുടെ പേരിൽ, ഒരു തേർഡ് പാർട്ടീസിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, രജിസ്റ്റർ ചെയ്യാത്ത ഫേമിൻ്റെ കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. രജിസ്റ്റർ ചെയ്യാത്ത ഫേമിൻ്റെ കാര്യമാണ് പറയുന്നത്. രജിസ്റ്റർ ചെയ്യാത്തൊരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂന്നാമത് ഒരാളായാലും തേർഡ് പാർട്ടിക്ക് എതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ പറ്റില്ല. മൂന്നാമത് ഉള്ള ഒരാളുടെ മേലെ എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ പറ്റില്ല. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ദ ഫേം കനോട്ട് ഫയൽ കേസ് എഗെയിൻസ്റ്റ് ദ പാർട്ട്നേഴ്സ്. അതായത് രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ പാർട്ട്നേഴ്സിനെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലൈൻറ്റോ കേസോ കൊടുക്കാൻ പറ്റില്ല. ഈ 3 പോയിന്റുകളാണ് എന്തുള്ളത്, നോൺ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഫേമിൻ്റെ കോൺസിക്വൻസ്. അത് നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഈ ഫേമും പാർട്ട്നേഴ്സും തമ്മിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ നിയമത്തിൻ്റെ വഴിയിലേക്കൂടെ ഈ പാർട്ട്നേഴ്സിനും പോകാൻ പറ്റില്ല, ഈ ഫേമിനും പോകാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ നിർബന്ധമില്ല. പക്ഷെ എന്താണ്, എടുത്തു കഴിഞ്ഞാൽ പല ഗുണങ്ങളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൂഫാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു നിയമത്തിൻ്റെ ഒരു പ്രൂഫാണ്. നിയമത്തിൻ്റെ കുറേ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൂഫാണ് ഈ രജിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ?